ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങളാണ്. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെയും നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. അപ്പോൾ ഒരു പ്രാദേശിക സഭ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സഭ, രണ്ട് തരത്തിലുള്ള സഭകളുണ്ട്. പ്രാദേശിക സഭയുമുണ്ട്, സാർവത്രിക സഭയുമുണ്ട്. പ്രാദേശിക സഭ എന്ന് പറയുമ്പോൾ ദൃശ്യമായിട്ടുള്ള സഭ, ഓരോ സ്ഥലത്ത് കൂടി വരുന്ന ഓരോ കൂട്ടങ്ങൾ, ഓരോ കൊടിവരവുകൾ, അതിനെ ഒരു പ്രാദേശിക സഭ എന്ന് പറയാം. സാർവത്രിക സഭ എന്ന് പറയുന്ന ഇന്ന് നമുക്ക് വെളിപ്പെട്ടിട്ടില്ല. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ എല്ലായിടത്തുമുള്ള, എല്ലാ രാജ്യങ്ങളിലും എല്ലാ ജാതികളിലുമുള്ള രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് മധ്യാകാശത്ത് എടുക്കപ്പെടുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ അതിനുശേഷം ജീവനോടിരിക്കുന്ന നമ്മൾ എടുക്കപ്പെടുകയും ചെയ്യുന്ന ആ ഒരു സഭയാണ് സാർവത്രികമായ സഭ. എന്നാൽ പ്രാദേശിക സഭ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത്, ഒരു വില്ലേജിലെ, ഒരു താലൂക്കിലെ അല്ലെങ്കിൽ ഒരു പട്ടണത്തിലെ ഏതെങ്കിലും 1-2 ദേവദാസന്മാർ അല്ലെങ്കിൽ ഒരു സഹോദരൻ സഹോദരി കുടുംബമായിട്ട് ചെന്ന് അവിടെ പ്രാർത്ഥിച്ച്, ആ ഏരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെയുള്ള ആളുകളോട് സുവിശേഷം അറിയിച്ച് അങ്ങനെ അവിടെയുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ട് കൂടി വരുന്ന ഒരു കൂട്ടമാണ് പ്രാദേശിക സഭ, ഒരു ലോക്കൽ ചർച്ച് എന്ന് പറയുന്നത്. അങ്ങനെ കൂടി വരുന്ന ഒരു സഭയിൽ ഒരു കുടുംബമായിരിക്കും ആദ്യം വരുന്നത്. പിന്നീട് 2 കുടുംബങ്ങളായി, 3 കുടുംബങ്ങളായി, 5 കുടുംബങ്ങളായി, 10 കുടുംബങ്ങളായി, 100 കുടുംബങ്ങളായി, അങ്ങനെ അത് വളർന്ന് വലിയ സഭകളായിട്ട് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്ന പ്രാദേശിക സഭകളിൽ എങ്ങനെയാണ് ദൈവം ഓരോരുത്തരെ നിയമിച്ചാക്കിയിരിക്കുന്നതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ ദൈവം നിയമിക്കുകയും. അപ്പോൾ ദൈവമാണ് ഒരു സഭയിൽ ശുശ്രൂഷകന്മാരെ നിയമിക്കുന്നത്. ഇത് മാനുഷികമായിട്ട് നിയമിക്കാൻ കഴിയുന്ന ഒന്നല്ല, ദൈവമാണ് നിയമിക്കുന്നത്. 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ. പിന്നീട് വീര്യപ്രവൃത്തികൾ ചെയ്യുവാനുള്ള ആളുകളുടെ കൃപ, രോഗശാന്തികൾക്കുള്ള വരമുള്ള ആളുകൾ, സഹായം ചെയ്യുവാനുള്ള വരമുള്ളവർ, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. സഭയുടെ പൊതുപ്രയോജനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എല്ലാ കൃപാവരങ്ങളും ദൈവം സഭയ്ക്ക് നൽകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ കൊരിന്ത്യ സഭയിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അതിൻ്റെ 12-ന്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നുവോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? ഇപ്പോൾ ഇവിടെ ഈ കൊരിന്ത്യ സഭയിൽ ഇപ്പോൾ സഭാ കൂടിയവരും ഉണ്ടായി, ജനങ്ങൾ കൂടി വന്നു, കൃപാവരങ്ങളെല്ലാം ലഭിച്ചു. പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങൾ എല്ലാവരും അപ്പോസ്തലന്മാരാണ്, ഞങ്ങൾ എല്ലാവരും പ്രവാചകന്മാരാണ്, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാണ്, അവരെല്ലാവരും ശുശ്രൂഷകന്മാരായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ക്രമപ്രകാരമൊന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. വളരെ കൃപാവരങ്ങൾ ലഭിച്ച ഒരു സഭയാണ് കൊരിന്ത്യ സഭ. പക്ഷേ കൊരിന്ത്യ സഭയെക്കുറിച്ച് നാം തിരുവെഴുത്തുകളിലൂടെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്രമാത്രം കൃപാവരങ്ങൾ ലഭിച്ച ഈ സഭ വളരെ മോശമായ നിലയിലാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഈ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. സാധാരണ ജാതികളിൽ പോലും ഇല്ലാത്ത നടപ്പ് ആ സഭയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ അപ്പോസ്തലൻ അവിടെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് അത് ഒരു റിപ്പൻ്റ് ചെയ്യുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്നതെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു പ്രാദേശിക സഭ ഒരു സ്ഥലത്ത് ഉണ്ടായി വരുന്നത് ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദേവദാസൻ കടന്നു ചെന്ന് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ 2 സഹോദരന്മാർ ചേർന്നിട്ടോ ഒരു സ്ഥലത്ത് ചെന്ന് സുവിശേഷം അറിയിച്ച് അവിടെയുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്ന് ഒരു ചെറിയ കൂട്ടമായിട്ട് ആരംഭിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങുന്നതാണ് ഒരു പ്രാദേശിക സഭ എന്ന് പറയുന്നത്. അത് പിന്നീട് വർഷം കഴിയുന്തോറും, മാസങ്ങൾ കഴിയുന്തോറും അത് 1-ആയി, 2-ആയി, 3-ആയി, 5-ആയി, 10-ആയി, 100-ആയി, അങ്ങനെ അത് ഒരു വർധനവ് ദൈവം അതിന് കൊടുക്കും. ഇവിടെ കൊരിന്ത്യ സഭയിലുണ്ടായിരുന്ന പ്രശ്നം, ഇപ്പോൾ എല്ലാവരും അപ്പോസ്തലന്മാരാണെന്ന് പറയുന്നു, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാണെന്ന് പറയുന്നു, എല്ലാവർക്കും ഭാഷാവരമുണ്ടെന്ന് പറയുന്നു, എല്ലാവർക്കും രോഗശാന്തി വരമുണ്ടെന്ന് പറയുന്നു. അവിടുത്തെ രീതി അത് അങ്ങനെ ഒന്നാണ്. പക്ഷേ ഇവിടെ നിന്ന് കണ്ടുവരുന്ന രീതി അതിനൊക്കെ വളരെ എതിരായിട്ടുള്ള മറ്റൊരു രീതിയാണ് ഇവിടെ നാം ഇന്ന് കാണുന്ന പ്രാദേശിക സഭകളിലെല്ലാം കണ്ടുവരുന്നത്. ഇവിടുത്തെ രീതി എന്താണ്? ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്, ഒരു പ്രാദേശിക സഭ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് പാസ്റ്റർ തന്നെ വേണം, അവിടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പാസ്റ്റർ തന്നെ വേണം, പാട്ട് പാടുവാൻ പാസ്റ്റർ തന്നെ വേണം. കാരണം മറ്റുള്ളവർക്ക് അതൊന്നും അറിയില്ല. അവരിപ്പോൾ ജനിച്ച് വന്ന കുഞ്ഞുങ്ങളാണ്, അവർക്കതൊന്നും അറിയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അത് പറഞ്ഞ് അവരെ നടത്തി പരിപാലിച്ച് കൊണ്ടുപോകുന്നത് പാസ്റ്ററാണ്. ആ പാസ്റ്ററാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, ഒരു പ്രാദേശിക സഭ രൂപപ്പെട്ടു, 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, ജനങ്ങൾ വർദ്ധിച്ചു, 20-ആയി, 50-ആയി, 100-ആയി, 200-ആയി, 500-ആയി,
വർഷം 5 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 20 കഴിഞ്ഞു, പാസ്റ്റർമാർ പലരും മാറി മാറി വന്നു എന്നുള്ളതല്ലാതെ ആ സഭയിലുള്ള അവയവങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ വെളിപ്പെട്ട് വരുന്നില്ല, അല്ലെങ്കിൽ അത് കാണപ്പെടുന്നില്ല. ഒരു സഭയിൽ എല്ലാ തരത്തിലുള്ള ശുശ്രൂഷകളുണ്ടല്ലോ, പക്ഷെ അതൊന്നും അവിടെ കാണുവാനായിട്ട് സാധിക്കില്ല. തുടക്കത്തിലുണ്ടായിരുന്നത് പാസ്റ്ററാണ്, അദ്ദേഹത്തിന് മാത്രമേ അത് ചെയ്യുവാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് ശുശ്രൂഷയ്ക്കുള്ള കൃപാവരങ്ങൾ ലഭിച്ചവരെ വെളിപ്പെടുത്തി, അവരെ പരിശീലിപ്പിച്ച്, അവർക്ക് കൃപാവരങ്ങളെ കൊടുത്ത് പ്രാർത്ഥിച്ച് അവരെ കൊണ്ടുവരുവാനായിട്ട് പാസ്റ്റർമാർ അനേകരും ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുത്തൻ ഒരു കൃപയുമായിട്ട് എഴുന്നേറ്റാൽ അവനെ പുറത്താക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ആ പാസ്റ്റർ ഉപയോഗിക്കുകയും ചെയ്യുന്നത് പലയിടത്തും കണ്ടുവരുന്നുണ്ട്. യേശുക്രിസ്തു ആണ് ശരീരത്തിൻ്റെ തല എന്ന് പറയുന്നത്. ക്രിസ്തു തലയും സഭ എന്ന് പറയുന്നത് ശരീരവുമാണ്. സഭ ഒരു പ്രാദേശിക സഭ, ഒരു ലോക്കൽ ചർച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതിൻ്റെ അവയവങ്ങളെല്ലാം വളർച്ച പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ യേശുക്രിസ്തു തലയായിരിക്കുന്ന ഒരു ശരീരത്തിൽ പാസ്റ്റർ കഴുത്താണെന്ന് വിചാരിക്കുക, ബാക്കി താഴേക്കുള്ള അവയവങ്ങളൊന്നും വളരുന്നില്ല എങ്കിൽ കഴുത്ത് മാത്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഭയായിട്ട് അത് മാറും. 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും മറ്റ് കൃപാവരങ്ങളൊന്നും വെളിപ്പെട്ട് വരാതെ ഇന്നും പാസ്റ്റർ തന്നെ പ്രാർത്ഥിക്കുന്നു, ഇന്നും പാസ്റ്റർ തന്നെ പ്രസംഗിക്കുന്നു, ഇന്നും പാസ്റ്റർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുവെങ്കിൽ ആ സഭ ഒരു ശരീരമായിട്ട് വളർച്ച പ്രാപിക്കുന്നില്ല. ശരീരം ഒരു അവയവമല്ലല്ലോ ശരീരം എന്ന് പറയുന്നത്. ഇപ്പോൾ കൈ മാത്രമാണോ ശരീരം, അല്ലെങ്കിൽ കാല് മാത്രമാണോ ശരീരം, അല്ലെങ്കിൽ കഴുത്ത് മാത്രമാണോ ശരീരം എന്ന് പറയുന്നത്? ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്. ഇങ്ങനെ ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. നമുക്ക് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-14 മുതൽ. ശരീരമൊന്നും അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു. ശരീരം ഒന്നാണ്, അവയവങ്ങൾ പലതാണ്, എന്നാൽ ഇതെല്ലാം ഒന്നാണ്. ഇല്ലേ? ഒരു ശരീരത്തിൽ ഇതെല്ലാം കണക്ട് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു. ക്രിസ്തുവും യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ശരീരം എന്ന് പറഞ്ഞാൽ കഴുത്താണോ? ശരീരം എന്ന് പറഞ്ഞാൽ കൈയാണോ? ശരീരം എന്ന് പറഞ്ഞാൽ കാലാണോ? ശരീരം എന്ന് പറഞ്ഞാൽ വയറാണോ? ശരീരം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ അവയവങ്ങളും കൂടിച്ചേരുന്നതാണ് ശരീരം എന്ന് പറയുന്നത്. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. 15-ാമത്തെ വാക്യം. ഞാൻ കൈ അല്ലായകൊണ്ട് ശരീരത്തിനുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിനുള്ളതല്ല എന്ന് വരികയില്ല. കാല് പറയാണ് ഞാൻ കൈയല്ല, അതുകൊണ്ട് ഞാൻ ശരീരത്തിനുള്ളതല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ കണ്ണല്ലായകൊണ്ട് ശരീരത്തിനുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിനുള്ളതല്ല എന്നും വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? ഇപ്പോൾ കണ്ണ് പറയാണ് ഞാൻ മാത്രമാണ് കണ്ണെന്ന് പറഞ്ഞു, ഞാൻ മാത്രമാണ് അപ്പോസ്തലൻ, ഞങ്ങളെല്ലാവരും അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ മുഴുവൻ കണ്ണ് മാത്രമായിരിക്കും. അപ്പോൾ ശരീരം എങ്ങനെയാവും? ശരീരമാകാനായിട്ട് പറ്റില്ലല്ലോ. ചെവി പറയാണ് ഞാനാണ് പ്രവാചകൻ, ശരീരത്തിലുള്ള എല്ലാം ചെവികളാണ്. എല്ലാം പ്രവാചകന്മാരാണെങ്കിൽ ശരീരമാകുന്നില്ലല്ലോ. വിവിധ അവയവങ്ങളായിട്ടാണ് ദൈവം സഭയിൽ ശരീരത്തെ വെച്ചിരിക്കുന്നത്. ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? സകലവും ഒരു അവയവം മാത്രമാണുള്ളതെങ്കിൽ ശരീരം ഇല്ലല്ലോ. അപ്പോൾ കഴുത്ത് മാത്രമാണോ ശരീരം എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അവയവങ്ങളില്ലല്ലോ. ഒരു ശരീരത്തിൽ എല്ലാ അവയവങ്ങളും ഉണ്ട്. ദൈവം അങ്ങനെയാണ് അത് വെച്ചിരിക്കുന്നത്. കൈയും കാലും കണ്ണും മൂക്കും ചെവിയും എല്ലാം ചേർത്തിട്ടാണ് ദൈവം വെച്ചിരിക്കുന്നത്. ശരീരം ഒന്ന് തന്നെ, അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുമെങ്കിൽ നമുക്ക് അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. അപ്പോൾ അവയവങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ചെറുതും വലുതുമായ അവയവങ്ങളുണ്ട്. എല്ലാ അവയവങ്ങളുടെയും ധർമ്മം ഒന്നല്ല. കൈയുടെ ധർമ്മമല്ല കാലിൻ്റെ ധർമ്മമല്ല കണ്ണിൻ്റെ ധർമ്മമല്ല മൂക്കിൻ്റെ ധർമ്മമല്ല ചെവിക്ക്. എല്ലാറ്റിനും വ്യത്യസ്തമായ അവയവങ്ങളോട് കൂടിയാണ് ദൈവം സഭയെ വെച്ചിരിക്കുന്നത്. സഭ ഒരു ശരീരത്തോട് പൗലോസ് അപ്പോസ്തലൻ ഉപമിക്കുകയാണ്. ഇന്ന് നാം കാണുന്ന പ്രാദേശിക സഭയിൽ എന്താണ് നടക്കുന്നത്? ഇന്ന് നടക്കുന്ന പ്രാദേശിക സഭയിൽ എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റർ ഉണ്ടാകും. ആ പാസ്റ്ററാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സഭയുടെ ആരംഭഘട്ടത്തിൽ ഒരു പാസ്റ്റർ തന്നെയാണ് ആരംഭിക്കാനായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ 5 വർഷം 10 വർഷം 15 വർഷം 20 വർഷമായിട്ട് ഇപ്പോഴും പാസ്റ്റർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ബാക്കി അവയവങ്ങളൊന്നും വളരുന്നില്ല. പാസ്റ്റർ കഴുത്താണെങ്കിൽ കഴുത്ത് മാത്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഭയായാൽ അതെങ്ങനെയാവും? ബാക്കിയുള്ള അവയവങ്ങൾ വരണ്ടേ? ബാക്കിയുള്ള കൃപാവരങ്ങളും വളരണ്ടേ? ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ദൈവം പ്രത്യേകം കഴിവുകൾ കൊടുത്താണ് വെച്ചിരിക്കുന്നത്. ഒന്നിനെ വേണ്ടാന്ന് പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ കണ്ണിൻ്റെ മുകളിലിരിക്കുന്ന പുരികം,
ഈ പുരികത്തിന് വല്ല പ്രാധാന്യമുണ്ടോ? വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ തല വേർത്ത് ഒഴുകി വരുന്ന വേർപ്പും അഴുക്കും നമ്മുടെ കണ്ണിലേക്ക് വീണ് കണ്ണിൻ്റെ റെറ്റിന കേടാകാതെ ദൈവം ഒരു സൺഷൈഡ് പോലെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. ശരീരത്തിലുള്ള കുഞ്ഞും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അവയവങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഇന്ന് കണ്ടുവരുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അധ്യാപകനും കുറേ വിദ്യാർത്ഥികളും, ഒരു രാജാവും കുറേ പ്രജകളും, ബാക്കിയുള്ള അവയവങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവരെന്താ, അവർ വരുന്നു പോകുന്നു. പാസ്റ്റർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു, പാസ്റ്റർ പ്രവചനം പറയുന്നു, പാസ്റ്റർ ശുശ്രൂഷിക്കുന്നു, പാസ്റ്റർ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാവരങ്ങൾ തെളിഞ്ഞു വന്ന് ഒരു ശരീരമായിട്ട് ഒരു ലോക്കൽ ചർച്ച പണിയപ്പെടുന്നില്ല. ഒരു ലോക്കൽ ചർച്ച അങ്ങനെ പണിയപ്പെടണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ ഞാൻ ഈ തമിഴ്നാട്ടിൽ പോണ്ടിച്ചേരിയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഇതിനടുത്തൊരു സ്ഥലമുണ്ട്, ഒരു 4-5 കിലോമീറ്റർ അപ്പുറം ഒരു സഭയുണ്ട്. ഞാൻ ഇടയ്ക്ക് അവിടെ പോകുമായിരുന്നു. അപ്പോൾ അവിടുത്തെ അസിസ്റ്റൻറ്റ് പാസ്റ്റർ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഒരിക്കലും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വളരെ ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, എന്താണ്? ഞങ്ങളുടെ സഭയോട് ചേർന്നിട്ട് ഒരു ചെറിയ ഒരു 1200 സ്ക്വയർ ഫീറ്റ് സ്ഥലം കിടക്കുന്നുണ്ട്, അത് ബ്രദർ ഒന്ന് വാങ്ങുമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഞാൻ വാങ്ങുന്നത്? അല്ല, വേറെ ഏതെങ്കിലും സമുദായക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നീട് അതൊരു പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ 10-200 അംഗങ്ങളുടെ സഭയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ ഇത്രയും ആളുകളുണ്ടായിട്ട് ആ ഒരു പ്ലോട്ട് വാങ്ങുവാൻ കപ്പാസിറ്റി ഉള്ള ആരും ആ സഭയിൽ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാം പാവപ്പെട്ടവരാണ്, വളരെ ദരിദ്രരായിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ സംഭവിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ദരിദ്രന്മാരോട് മാത്രമേ സുവിശേഷം പറഞ്ഞിട്ടുള്ളൂ. വളരെ സാധുക്കളായിട്ടുള്ള ആളുകളോട് മാത്രമേ സുവിശേഷം അങ്ങനെയല്ലല്ലോ. സുവിശേഷം എല്ലാവരോടും പറയണം. പണക്കാരനോട് സുവിശേഷം പറഞ്ഞ് പണക്കാരൻ സഭയിലേക്ക് വരണം. പണക്കാരൻ സഭയിലേക്ക് വന്നെങ്കിലാണല്ലോ ഇതൊരു സന്തുലിതാവസ്ഥയിലേക്ക് പോവുകയുള്ളൂ. പണക്കാരനായ വ്യക്തി സുവിശേഷം പറഞ്ഞിട്ട് അവൻ സഭയിലേക്ക് വന്നാൽ അവൻ്റെ പണം ആ സഭയുടെ പ്രവർത്തനങ്ങൾക്കും സാധുക്കളെ സഹായിക്കുന്നതിന് ഉപകാരപ്പെടും. അങ്ങനെയാണല്ലോ ദൈവം അത് വെച്ചിരിക്കുന്നത്. എല്ലാ അവയവങ്ങൾക്കും ദൈവം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പാസ്റ്റർ, പിന്നെ കുറേ വിദ്യാർത്ഥികൾ, ആ ഒരു രീതിയിലാണ് ഇന്ന് അനേകയിടത്തും സഭകൾ പോകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഭയിൽ കാലുകൾ മാത്രം വളർന്നാൽ മതിയോ? കൈകൾ മാത്രം വളർന്നാൽ മതിയോ? അല്ലെങ്കിൽ മൂക്ക് മാത്രം വളർന്നാൽ മതിയോ? സഭയിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരണം. ഒരു പാസ്റ്റർ വളരുന്നതോടൊപ്പം മറ്റുള്ള കൃപാവരങ്ങളും ഒരു സഭയിൽ ഉണ്ടായി വരണം. ആരംഭഘട്ടത്തിൽ ഇല്ലെങ്കിലും പിന്നീട് അത് ഉണ്ടായി വരണമല്ലോ, അത് വെളിപ്പെട്ട് വരണമല്ലോ. പക്ഷേ ഇന്ന് നടക്കുന്നത് ഇപ്പോഴും ഒരു പാസ്റ്റർ തന്നെ ശുശ്രൂഷ ചെയ്യുന്നു. പാസ്റ്റർമാർ ചിലപ്പോൾ മാറി വന്നേക്കും. 4 വർഷം 5 വർഷം കഴിയുമ്പോൾ പാസ്റ്റർമാർ മാറി വരും. പക്ഷേ വിശ്വാസികളിൽ ക്രമാവരങ്ങളുള്ളവർ തെളിഞ്ഞു വന്ന് സഭയുടെ മറ്റുള്ള ധർമ്മങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു പ്രാദേശിക സഭയിൽ ഇങ്ങനെയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാം ഒരു വ്യത്യസ്തമായ രീതിയിലായിട്ട് മാറിപ്പോയി. ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്നത് മീശ ഇല്ലാതിരിക്കണം, മീശ ഉണ്ടാകാൻ പാടില്ല. ഒരു പാസ്റ്റർ ലക്ഷണങ്ങളാണ്. മീശ ഉണ്ടാകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ കൈ ഇറക്കമുള്ള ഷർട്ട്, കൈയുടെ മറ്റേ ഇവിടം വരെയുള്ള വലിയ ഷർട്ട്, ജുബ മാതിരിയുള്ള ഷർട്ട്, പഴയ ഇപ്പോഴത്തെ ഈ അച്ഛന്മാരുടെയൊക്കെ അനുകരിച്ചുകൊണ്ടുള്ള ഷർട്ട് ഉണ്ടാകണം. ഒരു ബാഗ്, ഒരു ബൈബിളൊക്കെ വയ്ക്കുന്ന ഒരു ബാഗും കക്ഷത്തിൽ വെച്ച്, ഇതൊക്കെയാണ് ഒരു പാസ്റ്റർ ലക്ഷണമായിട്ട് പലരും കാണുന്നത്. ഇതൊക്കെയാണ് ഒരു പാസ്റ്ററുടെ ലക്ഷണം. ഇതൊന്നും ഒരു പാസ്റ്ററുടെ ലക്ഷണമേ അല്ല. ഞാനിവിടെ പോണ്ടിച്ചേരിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൈയിറക്കമുള്ള കുപ്പായൊക്കെ ധരിച്ച് മീശെല്ലാം വടിച്ച് കളഞ്ഞ ചില ആളുകൾ, വെളുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും ഇട്ട ചില ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പാസ്റ്റർമാരാണല്ലോ എന്ന് വിചാരിച്ച് ഞാനിവരെ പരിചയപ്പെടാനായിട്ട് ചെന്നു. പക്ഷേ ഇവിടുത്തെ രസകരമായ സംഭവം, ഇവിടുത്തെ ഇങ്ങനെ നടക്കുന്ന പലരും മറ്റേ മീഡിയേറ്റർമാരാണ്, ബ്രോക്കർമാരാണ്, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരാണ് ഇവർ അധിക പേരും. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവർ മീശയൊക്കെ ഇവിടെ ശരിക്കും പാസ്റ്റർമാരെ പോലെ തന്നെയാണ്. അപ്പോൾ ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണോ ലക്ഷണം? ഒരു പാസ്റ്റർ എന്ന് പറയുമ്പോൾ അവൻ ഒരു സഭയുടെ പ്രത്യേകമായിട്ട് കൃപ ലഭിച്ച, സഭയെ നടത്തിക്കൊണ്ടുപോകാൻ കൃപ ലഭിച്ച ഒരു ദൈവദാസനായിരിക്കണം. അപ്പോൾ തന്നെ ആ സഭയ്ക്ക് മറ്റുള്ള കൃപാവരങ്ങൾ ലഭിച്ച ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കണം ആ സഭ. അപ്പോഴാണല്ലോ അത് ആ ശരീരം വളരുകയുള്ളൂ. അല്ലെങ്കിൽ പാസ്റ്റർ മാത്രം വളർന്ന് സഭയിലുള്ള വിശ്വാസികളൊന്നും വളരാതിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ശരീരത്തിൽ വെച്ചിരിക്കുന്ന ഏതൊരു അവയവത്തിനും വലിയ ധർമ്മങ്ങളുണ്ട്. ഒരിക്കലും ഒരു ദുരുപദേശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിൽ, ഒരു 30-40 ഇടയ്ക്ക് അംഗങ്ങളുള്ള ലീഡേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിൽ എന്നെയും വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ ദൈവദാസൻ ഒരു വലിയ ദുരുപദേശമായിട്ട് ഒരു ദുരുപദേശം കൊണ്ടുവന്നു. അദ്ദേഹം എന്നിട്ട് ഒരു ക്ലാസ് എടുത്തതിന് ശേഷം ഈ ഇരിക്കുന്ന അംഗങ്ങളോടെല്ലാം ചോദിച്ചു, ഞാൻ ഈ പറഞ്ഞ ഉപദേശത്തെ ഖണ്ഡിക്കുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ എന്ന് ചോദിച്ചു. ഈ ദൈവദാസൻ മാസം തോറും ഒരു ചെറിയ ഫണ്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ ദുരുപദേശത്തെ ഖണ്ഡിക്കുവാൻ ഇവർക്കാർക്കും ധൈര്യമുണ്ടായില്ല. പക്ഷെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച കർത്താവിൻ്റെ കൃപയാൽ ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നത് ഒരു ദുരുപദേശമാണെന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും 90% ആളുകൾക്കും കറക്റ്റായിട്ട് അറിയാം. പക്ഷെ ആരും അതിനെ എതിർക്കാൻ തയ്യാറായില്ല. ചിലരിപ്പോൾ അതൊക്കെ എഴുന്നേറ്റപ്പോൾ ഇദ്ദേഹം ഖണ്ഡിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേഗം അവിടെ ഇരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, എനിക്കൊരു 2 മിനിറ്റ് സമയം തരണമെന്ന് പറഞ്ഞു.
അങ്ങനെ ആ 2 മിനിറ്റ് സമയം എനിക്ക് കിട്ടി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞൊരു ദുരുപദേശമാണ്, ദൈവവചനപ്രകാരം അത് തികച്ചും ഒരു ദുരുപദേശമാണ്. ഞാൻ അതിനു മുമ്പ് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്. ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. കണ്ണ്, കാല്, കയ്യ്, ഇങ്ങനെ പല അവയവങ്ങളുണ്ട്. കാലൊരു വലിയ അവയവമായിരിക്കാം. ഈ ശരീരത്തെ മുഴുവൻ താങ്ങി നിർത്തുന്നത് കാലാണ്. അപ്പോൾ ഈ 2 കാലും കൂടെ ചേർന്ന് നമ്മുടെ ശരീരത്തെ മുഴുവൻ താങ്ങി പിടിച്ചു നടക്കുക. കണ്ണിനെയും കാലിനെയും വയറിനെയും ചെവിയെയും കയ്യിനെ എല്ലാം താങ്ങി പിടിച്ചു നടക്കുന്ന ഈ കാലാണ്. കാലൊരു വലിയ അവയവമാണ്, അതിന് യാതൊരു തർക്കവുമില്ല. ഈ ശരീരത്തെ മൊത്തം താങ്ങി പിടിച്ചു നടക്കുന്ന കാലാണ്. അതങ്ങനെ ദൈവം വെച്ചിരിക്കുന്നു. ഓക്കെ. പക്ഷേ കണ്ണ് ചെറിയ ഒരു അവയവമാണ്. ഞാൻ ഈ ശരീരത്തിൽ ഒരു ചെറിയ അവയവമാണ്. എന്നോടിപ്പോൾ ഈ ദുരുപദേശം പറഞ്ഞ ദൈവദാസൻ ഒരു വലിയ അവയവമാണ്, ഞാനൊരു കുഞ്ഞവയവമാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ പാമ്പ് വന്നു കഴിഞ്ഞാൽ, പാമ്പ് കടിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വലിയ അവയവത്തിന് കാണാൻ പറ്റില്ല. അത് ആർക്കാണ് കാണാൻ പറ്റുന്നത്? ഈ ചെറിയ അവയവമായിരിക്കുന്ന കണ്ണിനാണ് കാണാൻ പറ്റുക. അപ്പോൾ കണ്ണ് പറയുന്നത് പാമ്പ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ പറഞ്ഞ ഒരു ദുരുപദേശമാണ്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റായിട്ടും ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു ദുരുപദേശമാണ്. ഇത് ഞാനതിനെ ഖണ്ഡിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ യേശു കർത്താവിൻ്റെ വചനം വെച്ച് ദൈവം എനിക്ക് കൃപ തന്നു. ഞാൻ ആളെ ഭയപ്പെടാനൊന്നും പോയില്ല. അദ്ദേഹം എത്ര വലിയ ദൈവദാസനാണെങ്കിലും ഞാൻ അന്നൊന്നും ദൈവത്തിൻ്റെ കൃപയാൽ ജോലി ചെയ്തിട്ട് ജീവിക്കുന്നു. എനിക്ക് കിട്ടിയ കൃപയിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിക്കും ദുരുപദേശമാണ്, ഞാനതിനെ ഖണ്ഡിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഇരിക്കുന്ന എല്ലാവർക്കും വലിയ സന്തോഷമായി. കാരണം അവർക്ക് പറയാനുള്ള ഗട്ട്സ് ഇല്ല, പക്ഷേ ഞാനത് പറഞ്ഞാൽ അവർക്ക് സന്തോഷമായി. അവസാനം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അവിടെ പറയുകയാണ്, ഈ ചൊത്ത ചെക്കൻ്റെ വാക്ക് കേട്ട് നിങ്ങളാരും. ഞാൻ പറഞ്ഞു, അതെ, ചൊത്ത ചെക്കൻ എന്നൊക്കെ വിളിക്കല്ലേ, ദൈവം കയറി അങ്ങ് ഇടപെടും. കാരണം ബ്രദറിനെ അല്ലെങ്കിൽ സഹോദരനെ, ദൈവദാസനെ വിലയ്ക്ക് വാങ്ങി അതേ രക്തം കൊടുത്തിട്ടാണ് എന്നെയും വിലയ്ക്ക് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ചൊത്ത ചെക്കനെന്ന് എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് സംഭവിച്ചതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഭയങ്കര ദയനീയമായ കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും കാണുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരു പ്രാദേശിക സഭയിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ കൃപാവരങ്ങൾ അവിടെ വെളിപ്പെട്ട് വരണം, ശുശ്രൂഷകൾ അവിടെ വെളിപ്പെട്ട് വരണം. അങ്ങനെയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെ എല്ലാ തരത്തിലുള്ള അംഗങ്ങളും അവിടെ വെളിപ്പെട്ട് വന്ന് സഭ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയായിട്ട് മാറണം. ഇന്ന് കാണുന്നതെല്ലാം വേറെ തരത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തെ പരിശോധിച്ച് ശരിയായ നിലയിൽ സഭകൾ ഉണ്ടായി വരുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞാനും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ്, വിശ്വസന്മാരായിട്ട് ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കണമേ, വിശ്വസന്മാരായ വേലക്കാരെ അയക്കണമേ കർത്താവെ. വെറുതെ വന്നിട്ട് ഒരു പണം വാങ്ങി ശുശ്രൂഷ ചെയ്യുന്ന ഒരു സാധാരണക്കാരെ പോലെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദേവദാസന്മാരല്ല നമുക്ക് ആവശ്യമില്ല. ദൈവത്തിൻ്റെ കൃപാവരങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു പ്രാദേശിക സഭ ഉണ്ടായി വരുവാൻ അപ്പോസ്തലന്മാരുടെ കാലത്ത്, കർത്താവിൻ്റെ കാലത്ത്, അപ്പോസ്തലന്മാരുടെ കാലത്തുണ്ടായിരുന്ന സ്മർന്നയിലെ സഭ, ആസയിലെ സഭ, പെർഗമോസിലെ സഭ, ധുയത്തേരയിലെ സഭ, എഫെസോസിലെ സഭ, അങ്ങനെയുള്ള സഭകൾ ഉണ്ടായി വരുവാൻ തക്കവണ്ണം പ്രിയ ദൈവമക്കളെ നമുക്ക് ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം എല്ലാ നിലയിലും മഹത്വപ്പെടട്ടെ. ഒരു പ്രാദേശിക സഭയെക്കുറിച്ച് ഒരു ശരിയായ വെളിച്ചം നൽകുവാൻ തക്കവണ്ണം ഈ വചനകേൾവി, ഇന്നത്തെ വചനകേൾവി നമുക്ക് ഇടയാകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ശരീരത്തിനുള്ളിലും പല അവയവങ്ങളുണ്ട്, അവയ്ക്കും ധർമ്മങ്ങളുണ്ട്. പിന്നീട് ഒരു സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ദൈവം എല്ലാ നിലയിലും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ.